നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാന വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകരയിൽ CPM പാർട്ടി ഓഫീസിന് നേരെ ബോംബേറ്. പുലർച്ചെ ബാക്കിലെത്തിയ സംഘമാണ് പെട്രോൾ ബോംബെറിഞ്ഞത്. രാവിലെ എത്തിയ പ്രവർത്തകരാണ് സംഭവം കാണുന്നത്. പാർട്ടി ഓഫീസിന് മുൻവശത്തെ വാതിലിന് മുന്നിലാണ് ബോംബ് പൊട്ടിയത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി വിശദമായി പരിശോധിക്കും. പ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസമായി വൻ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ സംഘപരിവാർ സംഘടനയുടെ ഫ്ലെക്സ് ബോർഡും കൊടിമരങ്ങളും LDF നശിപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ശബരിമല അയ്യപ്പ കർമ്മ സമിതി സ്ഥാപിച്ചിരുന്ന ഇടത്താവളം പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരം ആൻസലൻ MLAയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം നടക്കുന്നതിനിടെയായിരുന്നു ഇടതുമുന്നണി പ്രവർത്തകർ ഇടത്താവളം തകർക്കുക അടക്കമുള്ള വ്യാപക ആക്രമണം നടത്തിയത്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിന് പിന്നാലെ ആചാരലംഘനം ചൂണ്ടിക്കാട്ടിയ വലിയൊരു പ്രതിഷേധമാണ് നെയ്യാറ്റിൻകരയിൽ ശബരിമല കർമ്മസമിതി നടത്തിയത്. ദേശീയപാത ഉപരോധം അടക്കം 3 മണിക്കൂറോളം കനത്ത പ്രതിഷേധമാണ് നടന്നത്. പ്രതിഷേധം കടുത്തപ്പോൾ പോലീസ് ലാത്തിചാർജ് നടത്തേണ്ട സാഹചര്യവും ഉണ്ടായി. നിരവധി കർമ്മസമിതി പ്രവർത്തകർക്കും ഒപ്പം പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. തുടർന്ന് ഇന്നലെ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിലും വ്യാപക ആക്രമണം നടന്നു. രാവിലെ 500ഓളം വരുന്ന അയ്യപ്പ കർമ്മ സമിതി പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു. CPMന്റെയും DYFIയുടെയും ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചതിന് എതിരെയാണ് ആൻസലൻ MLAയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. അതിനിടെയാണ് RSS പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡും കൊടിമരങ്ങളും ശബരിമല അയ്യപ്പ കർമ്മ സമിതി സ്ഥാപിച്ചിരുന്ന ഇടത്താവളവും നശിപ്പിക്കപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയായാണ് CPM പാർട്ടി ഓഫീസിന് നേരെ ഇന്ന് പുലർച്ചെയോടെയുണ്ടായ ബോംബേറെന്നാണ് നിഗമനം.